നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ്റണി പോൾ, അപ്പോളോ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് നൗഫൽ, അപ്പോളോ ഹോസ്പിറ്റലിൽ ഇൻ്റർവെൻഷണൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഞാൻ ഡോക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ, അപ്പോളോ അലക്സ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഗാസ്ട്രോളജിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരായിരിക്കും, ഡോക്ടർ നൗഫൽ, ഡോക്ടർ രാജേഷ്, ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ഒരു ഡിസ്കഷനിലാണ് നിങ്ങൾ ഗ്യാസ്ട്രോ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ദഹന പ്രക്രിയയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ ഓർഗൻസ്, അതായത് അന്നനാളം, ആമാശയം, പാങ്ക്രിയാസ്, ലിവർ, ചെറുകുടൽ, വൻകുടൽ, ഇതെല്ലാം ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഇതിൽ എന്ത് അസുഖം വന്നാലും ഞങ്ങളുടെ അടുത്തേക്കാണ് ആളുകൾ വരിക. അതിന് ഞങ്ങൾക്ക് അവർക്ക് നല്ല പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ കോമൺലി ആയിട്ട് വരുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അധികം കയറി വരാറ്. അപ്പോൾ എന്താണ് ഈ ഗ്യാസ് എന്ന് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഗ്യാസ് എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾ അതിനെ ഗ്യാസ് എന്ന് പറയുന്നത് പേഷ്യൻസ് കുറേ നാളായിട്ട് ഒരു സിംറ്റംസ് ആയിട്ട് വരും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വയറ് വീർക്കലായിരിക്കാം, പുളിച്ചതായിട്ട്, നെഞ്ചരിച്ചത്, ഇതെല്ലാം ഒരു കോമൺ ടേം ആയിട്ട് ഗ്യാസ് ആയിട്ട് വരും. അപ്പോൾ ഗ്യാസ് കുറേ ചികിത്സ ഓൾറെഡി പേഷ്യൻ്റ് ചികിത്സ എടുത്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് ദഹനക്കേട് കൊണ്ടും വരാം, എന്തെങ്കിലും അകത്ത് ചേഞ്ചസ് ഉള്ളത് കൊണ്ടും ഗ്യാസ് വരാം. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് അനുസരിച്ചും ചില ടെസ്റ്റുകൾ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഈ ചില ആൾക്കാർ വരില്ലേ, ഇങ്ങനെ കൈവ് തട്ടിയാൽ ഗ്യാസ് വരുന്നു, ഇവിടെ തട്ടിയാൽ ഗ്യാസ് വരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കയറി വരാറുണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഡോക്ടറിന്. അങ്ങനെ ഒരു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ, എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? പല കാര്യങ്ങളും നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞത് ജസ്റ്റ് വയറിൻ്റെ അസുഖങ്ങൾ മാത്രമേ ആയിരിക്കില്ല. പല സ്ട്രെസ്സ്, ആങ്സൈറ്റി, അത് ടെൻഷൻ, അതുകൊണ്ടും നമ്മൾ ഈ ചില സിംറ്റംസ് കൂടും. ചിലവർക്ക് ഈ ഫൈബ്രോമൈൽജിയ അല്ലെങ്കിൽ അങ്ങനെ ചില അസുഖങ്ങൾ കാണും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ സെൻസിറ്റിവിറ്റി കൂടിയിട്ടുള്ള ഈ മനസ്സും ഗട്ടും തമ്മിൽ ബന്ധമുണ്ട് അതിന്. അതെ, നമ്മുടെ ബ്രെയിൻ ഗട്ട് ആക്സിസ് എന്ന് പറഞ്ഞാൽ കുറേ ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയുള്ള ഒരു കണക്ഷനാണ്. അതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിലർ സെൻസിറ്റിവിറ്റീസ് കൂടുതലുണ്ടാവും. വിസറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവയവത്തിലെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും നമ്മൾ ചില സിംറ്റംസ് സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനോട് കൂടും. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് പുറത്തേക്ക് ഒരു യാത്രയോ സഡൻ ഒരു ഷോക്കിംഗ് ന്യൂസ് എന്തെങ്കിലും കേട്ടു, പെട്ടെന്ന് അങ്ങനെ ടോയ്ലറ്റ് പോകാൻ തോന്നുക, ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഇതുപോലത്തെ ഗ്യാസ് ആയിട്ട് ആൾക്കാർ വരുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് വേറെ എന്തെങ്കിലും സിംറ്റംസ്, അലാമിങ് സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് ഈ അലാം സിംറ്റംസ്? അലാമിങ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ലോസ് ഓഫ് വെയിറ്റ് കുറയുക, 10% 6 മാസത്തിൽ കുറയുകയാണെങ്കിൽ അതാണ് അത് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് വെയിറ്റ് ആണ്. അത് എന്തെങ്കിലും മോഷനിൽ കൂടി ബ്ലഡ് പോവുക, കറുത്ത കളറായിട്ട് പോവുക, അല്ലെങ്കിൽ വോമിറ്റിൽ കൂടി ബ്ലഡ് വരിക, ഇതൊക്കെ ഒരു അലാമിങ് സിംറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസും പേഷ്യൻ്റ് വേറെ ഗ്യാസും നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫർദർ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യുക. എന്തൊക്കെ ടെസ്റ്റാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്? ലോസ് ഓഫ് വെയിറ്റ്, ബ്ലഡ്. അല്ല, ഈ അലാം സിംറ്റംസ് ഇല്ലെങ്കിൽ എന്താ എപ്പോഴൊക്കെ നിങ്ങൾ ടെസ്റ്റ് പറയും? നോർമലി നമ്മൾ മെഡിക്കേഷൻസ്, വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ഷുഗറുടെ വാല്യൂസ്, എന്നാൽ ഷുഗർ കൂടുതലായാലും ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ ദഹിക്കാത്ത ഭക്ഷണം വയറ്റിനകത്ത് കിടക്കുമ്പോഴും വയറ് വീർക്കലുണ്ടായി ഗ്യാസ് ആയിട്ട് വരും. അപ്പോൾ അതിന് കോമോർബിഡിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതാദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ സ്റ്റൊമക്ക് വേറെ ഒന്നുമില്ല, ഇതുകൊണ്ട് ഗ്യാസ് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമാണെങ്കിൽ, മെഡിസിൻസ് കഴിച്ചിട്ടും പേഷ്യൻസ് വലിയ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻഡോസ്കോപ്പി അൾട്രാസൗണ്ട് വേണ്ട? അൾട്രാസൗണ്ടിൽ ചെയ്താൽ ഗ്യാസിൻ്റെ കാര്യം ചില സമയത്ത് ഈ പാങ്ക്രിയാസ്, ഗോൾ ബ്ലാഡർ പ്രശ്നം ഗ്യാസ് ആയിട്ട് വരും. അപ്പോൾ അത് അങ്ങനത്തെ സിംറ്റംസ്, പേഷ്യൻ്റ് വേദനയോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിന് പിൻ പോയിൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞു കേട്ടില്ല, അപ്പോൾ എന്താണ് നമ്മൾ ഈ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കി പറഞ്ഞു? എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാസ്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ട്യൂബാണ്. അതിൽ ക്യാമറ അതിൻ്റെ അറ്റത്തുണ്ടാവും. അത് നമ്മുടെ കുടലിൽ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അന്നനാളം, ആമാശയം, പിന്നെ ഡോഡനം, ഒരു ചെറികളുടെ ഒരു സ്റ്റാർട്ടിങ് പാർട്ടാണ്. ഇത്രയും പോർഷൻസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ അബ്നോർമലായിട്ട് കണ്ട് അവിടുന്ന് ബയോപ്സി എടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇഞ്ചക്ഷനോ ക്ലിപ്പിങ്ങോ അങ്ങനെ പല തെറപ്പറ്റിക് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യും. അതുപോലെ താഴെ കൂടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറയും. അത് നമ്മുടെ മെയിൻലി ലാ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടൽ കാണാൻ വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു സ്ക്രീനിങ് ആയിട്ടായിരിക്കും. കൊളോണോസ്കോപ്പി മെയിൻലി നമ്മൾ ഒരു കോളൺ ക്യാൻസർ ഉണ്ടോ ഇല്ല അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചിട്ട് കൊളോണോസ്കോപ്പി വഴി നിർത്താൻ വേണ്ടി. എൻഡോസ്കോപ്പിയുടെ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തൊക്കെ അതോടെ ചെയ്യാൻ പറ്റും? എൻഡോസ്കോപ്പി മുഖാന്തരം നമ്മൾ അന്നനാളം, ആമാശയം, ചെറുകുടൽ സ്റ്റാർട്ടിങ് വരെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നനാളത്തിൽ നമുക്കുള്ളത് ഈ ലിവർ സിറോസിസ് ഉള്ളവർക്ക് അന്നനാളത്തിൽ രക്തക്കുഴലൊക്കെ വികസനം ഉണ്ടാവും. അപ്പോൾ അത് വികസിച്ച് അത് പൊട്ടുകയാണെങ്കിൽ ബ്ലഡ് വോമിറ്റിംഗ് ഒക്കെ, വാരിസസ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചാൽ അത് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ബാൻഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ അൾസേഴ്സ്, അന്നനാളത്തിലുള്ള അൾസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈസോഫൈജൈറ്റിസ്, റിഫ്ലക്സ് ഈസോഫൈജ്, അസിഡിറ്റി, GERD പറഞ്ഞൊരു സിംറ്റംസ് ഉണ്ട്. അതിൽ വരുന്ന റിഫ്ലക്സ് കൊണ്ട് വരുന്ന അൾസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആമാശയത്തിലുള്ള അൾസേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ബ്ലീഡിങ്, അൾസർ കൊണ്ടുണ്ടാകുന്ന രക്തസ്രാവ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും.
പിന്നെ ക്യാൻസറുകൾ പല ടൈപ്പ് ക്യാൻസറുടെ ഏർലി ഡയഗ്നോസിസും ട്യൂമറും നമുക്ക് ആമാശത്തെ അകത്തുള്ളത് എന്തെങ്കിലും കട്ടി വേറെ വല്ല വളർച്ചയുണ്ടോ അബ്നോർമാലിറ്റി എന്തുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. കാണാൻ മാത്രമല്ല എന്തൊക്കെ നമുക്ക് എന്തൊക്കെ തെറാപ്പറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. തെറാപ്പറ്റിക്കായിട്ട് നമുക്ക് ആദ്യം ഈ ട്യൂമേഴ്സ് ബാൻഡിങ് പറഞ്ഞു ഒന്ന് ബാൻഡിങ് ഇതുപോലെ ട്യൂമേഴ്സൊക്കെ കാണുകയാണെങ്കിൽ അതിന് നമുക്ക് ബയോപ്സി എടുക്കാൻ പറ്റും. ബേസിക്കലി ബയോപ്സി എടുക്കാൻ പറ്റും. ബ്ലഡ് പോവുകയാണെങ്കിൽ അതിനകത്ത് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇഞ്ചക്ഷൻസ് അഡ്രിനാൽ ഇഞ്ചക്ഷൻ മുഖാന്തരം ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ട്യൂമേഴ്സ് ഏർലി ട്യൂമേഴ്സ് ക്യാൻസറസ് നോൺ ക്യാൻസറസ് ആയിരിക്കാം. അപ്പോൾ ഏർലി ട്യൂമേഴ്സ് നമുക്ക് എൻഡോസ്കോപ്പി മുഖാന്തരം തന്നെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി മുഖാന്തരം എൻഡോസ്കോപ്പിക്കലി തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേറൊരു അതിൻ്റെ അസോസിയേറ്റഡ് ഒരു അസുഖമാണ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഗ്യാസ്ട്രോഎസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിൽ ജെർഡ് എന്ന് പറയും. അതിപ്പോൾ കോമൺലി ആൾക്ക് നെഞ്ചരിച്ചിലാണ് കോമൺ സിംറ്റം. അതിൻ്റെ ഈ നെഞ്ചരിച്ചിലും ഇതായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഒരു എൻഡോസ്കോപ്പി ചെയ്യും. അതുകൂടാതെ വേറെ എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട്? ആസിഡ് റിഫ്ലക്സ് നോക്കാനായിട്ട് നമുക്ക് 24 hour pH മെട്രി എന്ന് പറഞ്ഞൊരു pH മെട്രി ചെയ്യണം. അപ്പോൾ 24 മണിക്കൂറിൽ ആസിഡ് റിഫ്ലക്സ് എത്ര വരുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ഓരോ ദിവസം ഇരിക്കേണ്ടി വരും. ഈ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് ഒന്നും നോൺ ആസിഡ് ഡിസ്പെപ്സിയ രണ്ടും നോൺ അൾസർ ഡിസ്പെപ്സിയ രണ്ടും ഉണ്ട്, രണ്ട് എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ളവർക്കാണ് നമ്മൾ എന്തെങ്കിലും ചികിത്സ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പക്ഷേ ഈ അന്നനാഴം ആമാശയം ചേരുന്ന അവിടെ ഒരു വാൾവ് ഉണ്ട്. നോർമലി അത് ഭക്ഷണം കഴിക്കുമ്പോൾ തുറക്കണം, പിന്നെ അടയണം. ചിലവർക്ക് ഈ റിഫ്ലക്സ് ഇത് ഓപ്പൺ ആയിരിക്കും, അപ്പോൾ ആസിഡ് റിഫ്ലക്സ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആസിഡ് അല്ലാണ്ട് തന്നെ റിഫ്ലക്സ് സിംറ്റംസ് മാത്രം ഉണ്ടാവും. അതും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ മരുന്ന് കൂടാണ്ട് എന്തൊക്കെ നമുക്ക് ഈ ഇതിനെ മരുന്ന് കൂടാണ്ട് നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക്കലി പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്, സർജിക്കലിയും ചെയ്യാറുണ്ട്. എൻഡോസ്കോപ്പിക്കലി നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ആൻറ്റി റിഫ്ലക്സ് മ്യൂക്കോസൽ അബ്ലേഷൻ എന്ന് പറയുന്നു. അത് ഈ അന്നനാളത്തിലുള്ള വികസനം അതിനെ ചുറ്റി നമ്മളത് ചുരുക്കും. പിന്നെ ഒരു എൻഡോസ്കോപ്പിക്കലി തന്നെ ഫണ്ടോപ്ലിക്കേഷൻ ഓപ്പണിങ് ചെയ്യാണ്ട് അകത്തൊരു ക്ലിപ്പ് ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇത് ഗ്രേഡ് 4 മുകളിലുള്ളത് സർജിക്കലി ഫണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ റിഫ്ലക്സ് ഡിസീസിന് മരുന്ന് ഫലപ്രദമായില്ലെങ്കിൽ മരുന്ന് ലോങ് ടേം കഴിക്കേണ്ട, കാരണം ചില ആൾക്കാർക്ക് നമ്മൾ എൻഡോസ്കോപ്പിക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഡോക്ടർ നൗഫൽ പറഞ്ഞത്. ഇപ്പോൾ എന്തൊക്കെയാണ് ആമാശയത്തിൽ കാണുന്ന രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ എന്തൊക്കെയാണ്? ആമാശയ രോഗം നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും, മെയിൻലി ആസിഡിറ്റി കൂടിയിട്ടും അല്ലെങ്കിൽ വേറെ ചില കാരണം. ഈ എച്ച് പൈലോറി നമ്മുടെ ഒരു എച്ച് പൈലോ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അത് നമ്മുടെ ആമാശയത്തിൽ അതൊരു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അത് എച്ച് പൈലറി ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. അതിനെന്താ നമ്മൾ ചെയ്യുക? എച്ച് പൈലറി ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എച്ച് പൈലറി ബാക്ടീരിയ അതിൻ്റെ അനുപാതികം നമുക്ക് മാറ്റണം. അല്ലെങ്കിൽ എച്ച് പൈലറി ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് അതിന് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഗ്യാസ്ട്രിക് അൾസർ, ഈവൻ ഗ്യാസ്ട്രിക് ക്യാൻസറും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇത് കൂടാതെ നമുക്ക് ആമാശയത്തിൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവും. ഈ ചില എക്സസ് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചില കുറേ മെഡിസിൻസ് എടുക്കുമ്പോൾ മെഡിസിൻസിന് എഫക്റ്റ് ആയിട്ട് അൾസേഴ്സ് ഒക്കെ വരാം. ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യം പറഞ്ഞു, ഏതൊക്കെ മെഡിസിനാണ് ആമാശയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ യൂഷ്വലി സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ ഈ ആമാശയത്തിലൊരു കോട്ടിംഗ് ഉണ്ട്, ഈ പ്രിവെൻറ്റീവ് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് ഇറോഡ് ആയി കഴിഞ്ഞാലാണ് അൾസർ ബേസിക്കലി ഉണ്ടാവുക. അപ്പോൾ സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ മോസ്റ്റ് കോമൺലി പെയിൻ കില്ലേഴ്സ്, വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ, വേദനയ്ക്കുള്ള എല്ലാ ടൈപ്പ് മരുന്നുകളും അത് അല്ല നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി NSAID എന്ന് പറഞ്ഞ പെയിൻ കില്ലേഴ്സ്, അത് കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മളത് അതിൻ്റെ കൂടെ അസിഡിറ്റിയുടെ മെഡിക്കേഷൻസ് കൊടുത്തില്ലെങ്കിൽ അൾസറിൻ്റെ സാധ്യത കൂടുതലാണ്. അൾസർ ഇല്ലെങ്കിൽ അസിഡിറ്റിയുടെ സാധ്യം കൂടുതലാണ്. അത് കൂടുമ്പോഴാണ് അൾസറായി മാറുക. പിന്നെ എന്തൊക്കെ മരുന്നുകൾ കൊണ്ടുള്ള ചില ആൾക്കാർ ഈ മരുന്ന് കഴിച്ച് എനിക്ക് ഗ്യാസാണ്, എല്ലാ ആൾക്കാരും വരും ഈ മരുന്ന് എനിക്ക് പിടിക്കുന്നില്ല, ഗ്യാസ് വരുന്നു. എന്തൊക്കെ മരുന്നുകളാണ് നമുക്ക് ഈ സ്റ്റമക്കിന് ഡിസ്റ്റർബൻസ്? അതിപ്പോൾ ചില മരുന്നുകളുണ്ട്. ഇപ്പോൾ പേഴ്സണലി വേനസമാരി മരുന്നുകൾ, NSAIDs മരുന്നുകൾ, അങ്ങനെ നമ്മൾ ആർത്രൈറ്റിസ് അങ്ങനത്തെ അസുഖം മരുന്നുകളുണ്ട്. അപ്പോൾ ചില മരുന്നുകൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം. അത് ചില മരുന്ന് ആഫ്റ്റർ ഫുഡ് കഴിക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ആസിഡിറ്റി സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ചിലവർ അറിയാതെ അത് ഭക്ഷണം കഴിക്കാൻ നോക്കും. അപ്പോൾ പിന്നെ ഈ സിംറ്റംസ് കൂടുതലുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ആഫ്റ്റർ ഫുഡ് കഴിക്കുന്ന മെഡിസിൻസ് അതേ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് കുറച്ച് ആസിഡിറ്റി കൂടുതലാവാൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, ചിലർക്ക് സ്മോക്കിംഗ് ഉണ്ടാവും. ആന്റിബയോട്ടിക്സ് കൊണ്ട് ആൾക്കാർക്ക് പ്രശ്നം വരാം. അതെ, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസും ബ്ലോട്ടിങ്ങും ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മുടെ കട്ടിലുള്ള നല്ല ബാക്ടീരിയയും കുറഞ്ഞു പോയിട്ട് ചിലപ്പോൾ അതുകൊണ്ടും നമുക്ക് ഈ ഗ്യാസും അങ്ങനത്തെ ബ്ലോട്ടിങ് മെയിൻലി നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയക്കാണ് ചേഞ്ച് വരുന്നത്, ഡിസ്ബയോസിസ്. അപ്പോൾ ഇതാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. എല്ലാവരും പറയാറുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കണമായിട്ട് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എന്താണ് ഈ ഗട്ട് ഹെൽത്ത്? എന്താണ് ഈ ഗട്ട് ഹെൽത്ത്? ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഗട്ടിൽ നമ്മുടെ ഡൈജഷൻ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ നല്ല ബാക്ടീരിയ ഹെൽപ്സ് ഇൻ ഡൈജഷൻ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, നമ്മുടെ വേറെ കുറേ ജീവിതശൈലിയിൽ ചേഞ്ചസ് വരും. ഇതിലൊക്കെ വരുമ്പോൾ നല്ല ബാക്ടീരിയ കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഫുഡിൻ്റെ പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ബാലൻസ് ബ്ലോട്ടിങ് വരിക, ദഹനക്കേട് വരിക, ഡയറിയ ഉണ്ടാവാം,
ചില ഇതിൽ വേറെ സർജിക്കൽ ഓപ്ഷൻ ഇതായിട്ട് ചിലപ്പോൾ ബ്ലോക്കും വരാം. SIBO എന്ന് പറയും, സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ. അത് ഈ ബാക്ടീരിയയുടെ ഓവർലോഡായിട്ട് അത് അവിടെ ബ്ലോക്കും വന്നിട്ട് പേഷ്യൻറ്റിനൊക്കെ വോമിറ്റിംഗ് സിംറ്റംസ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ബാലൻസ് ഈ ഗട്ട് ഹെൽത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള ചികിത്സ? അതെ, ഗട്ട് ഹെൽത്തിന് നമുക്ക് 2 കാര്യങ്ങൾ നോക്കാറുണ്ട്. ഫസ്റ്റ് ഇസ് നമ്മുടെ ഡയറ്റ് ഹെൽത്തി ആണോ അല്ലേന്ന്. ഇപ്പോൾ ഗട്ട് ഹെൽത്ത് നോർമൽ ഹെൽത്തി ഗട്ട് നമ്മൾ നോർമൽ ഒരു ഹെൽത്തി ഡയറ്റാണ്, ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ എക്സസൈസ്, സ്മോക്കിങ്ങോ അങ്ങനെ ആൽക്കഹോൾ അങ്ങനെ ചില കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴും ഇതെല്ലാത്തിലും നമുക്ക് ഗട്ട് ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി പിന്നെ ഡയറ്റൊക്കെ ആണെങ്കിൽ ഗട്ട് ഹെൽത്ത്. എന്താണ് ഈ പ്രോബയോട്ടിക് നമ്മുടെ ആൾക്കാർ കഴിക്കാറ് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ? പ്രോബയോട്ടിക് ഇപ്പോൾ വളരെ പോപ്പുലർ എല്ലാവരും ഒരു പ്രോബയോട്ടിക് ഡെയിലി ഒരു പ്രോബയോട്ടിക് കഴിക്കണമെന്ന് ഒരു പണ്ട് വിറ്റാമിൻ എല്ലാ ദിവസം കഴിക്കുന്നതായിരുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും പ്രോബയോട്ടിക് കഴിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം പ്രോബയോട്ടിക് കഴിക്കുമ്പോൾ ബേസിക്കലി പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗട്ടിലുള്ള ഹെൽത്തി ബാക്ടീരിയയാണ് ഒരു ക്യാപ്സൂളായിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിലെ ഹെൽത്തി ബാക്ടീരിയ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ബാക്ടീരിയ നമ്മുടെ കുടലിൽ റിലീസാവും. അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഹെൽത്തി ബാക്ടീരിയ എണ്ണം കൂട്ടാനാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പോപ്പുലർ ഒരു സംഗതിയാണ് ഇപ്പോൾ. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ക്യാപ്സൂൾ മാത്രമല്ല, നമുക്ക് ഫുഡിലും ഡയറ്റിലും നമുക്ക് പ്രോബയോട്ടിക്സ് എടുക്കാം. ഒരു ലോങ് ടേം അതാണ് ഒരു ബെറ്റർ അപ്രോച്ച്. നമ്മൾ പ്രോബയോട്ടിക് റിച്ച് ഡയറ്റ്, ഹെൽത്തി ഡയറ്റൊക്കെ. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ വേറെ പറയാവുന്ന ഒരു സാധനമാണ് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ. ചില സമയത്ത് ഈ ഗട്ട് ഹെൽത്ത് പോകുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ വരാൻ വേറെ പല കാരണം കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ നമുക്ക് വരാവുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും ആളുകൾ? ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും, അത് മാറുമ്പോഴാണ് ഈ യൂഷ്വലി കോൺസ്റ്റിപ്പേഷൻ, വേറെ ഒരു ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും വൻകുടൽ ചെറുകുടൽ തടസ്സമുണ്ടെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ ഈ കുടലിൻ്റെ അനക്കം, അതിൻ്റെ ഡൈജഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ല, അനക്കം കുറവായാലും ഈ മൂവ്മെൻറ്റ് ട്രാൻസിറ്റ് കുറയും, ട്രാൻസിറ്റ് ടൈം കൂടും, അങ്ങനെയുള്ള സമയത്തും കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ ഗ്രോത്തുകളും തടസ്സം എന്തെങ്കിലും ഗ്രോത്ത് നമുക്ക് വേറെ ചില മരുന്നുകൊണ്ടും സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് ഒരാൾ ഒപിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് നമുക്ക് അത് ബേസിക് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും അറിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഇത് ചില മരുന്നിന് സൈഡ് എഫക്റ്റ് ആവാം, ചിലപ്പോൾ ഇത് തൈറോയ്ഡ് അസുഖമുള്ള ആൾക്കാർക്കും കോൺസ്റ്റിപ്പേഷൻ വരാം, ചിലപ്പോൾ അത് കുടലിൽ റിലേറ്റഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഡയബറ്റീസ്, തൈറോയ്ഡ് അങ്ങനെ പല അസുഖങ്ങളും നമ്മൾ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ പല ഇങ്ങനത്തെ നമ്മളൊരു ബേസിക് ഹിസ്റ്ററി കിട്ടിയെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇത് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല, ഇത് കുടൽ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് നമുക്ക് കോൺഫർമേഷൻ ഇവിടെ കൺഫേം ചെയ്യണം. ഇപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ഒരു പ്രായമുള്ള ആളാണ്, കുടലിൽ തടസ്സം ഉണ്ടോ മീൻസ് കുടലിൽ വല്ല ക്യാൻസർ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് കോളനോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ, നമുക്ക് കുടലിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കാം. പിന്നെ ഫർദർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ കോളനോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ കോളനോസ്കോപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യും? ഇപ്പോൾ നമ്മൾ കോളനോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ട്. ദാറ്റ് ഈസ് കോളനോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് വൻകുടൽ ക്ലിയർ ആക്കണം. ദാറ്റ് ഈസ് എല്ലാ മലം കളയാനായിട്ട് ഒരു മരുന്ന് കുടിച്ചിട്ട് വേറെ ഇളക്കിയിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ നമ്മളത് ചെയ്യാൻ അതിന് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് തരും. അതിന് തലേദിവസം എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, എന്തൊക്കെ പ്രിക്കോഷൻസ് വേണം, പിന്നെ ആ മരുന്ന് എങ്ങനെ ഏത് രീതിയിലാണ് കഴിക്കേണ്ടത്. പിന്നെ അത് കഴിച്ചിട്ട് വയറ് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോളനോസ്കോപ്പി ചെയ്യുന്നത് ഈ കോൺഷ്യസ് സെഡേഷൻ, അത് ഈ IV സെഡേഷനിലാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഡിസ്കംഫർട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണില്ല. അപ്പോൾ നോർമൽ കോളനോസ്കോപ്പി നമ്മളൊരു ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അതിന് വെച്ച് വലിയ ടെൻഷനൊന്നും എടുക്കുന്ന ആവശ്യമില്ല. 6 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഉള്ളിൽ തീർക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കോളനോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെഡേഷനിലൊക്കെ ചെയ്യാം. ഈ കോളനോസ്കോപ്പി അല്ലാതെ വേറെ എന്തൊക്കെ ടെസ്റ്റ് നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷന് വേണ്ടി നമുക്ക് ചെയ്യുന്നത്? കോൺസ്റ്റിപ്പേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസിറ്റ് ടൈം നോക്കാനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, സിൻറ്റിഗ്രാഫി. ഇതൊക്കെ അഡ്വാൻസ് ടെസ്റ്റാണ്. ബേസിക്കലി നമ്മൾ ആദ്യം എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് MR ഡിഫിക്കോഗ്രാഫി, അത് പിന്നെ നമ്മൾ പെൽവിക് ഫ്ലോർ ഡിസിനർജിയ എന്നൊക്കെ പറയും, ബലൂൺ എക്സ്പെൻഷൻ ടെസ്റ്റ്. ഇതൊക്കെ നമ്മൾ മാനോമെട്രി ഉണ്ട്, അനോറക്ടൽ മാനോമെട്രിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മസിൽസിൻ്റെ എന്തെങ്കിലും വീക്ക്നെസ്സോ അല്ല മസിൽസിൻ്റെ ചിലപ്പോൾ ഓവർ റിയാക്ഷൻ കൊണ്ടും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മോഷൻ പുറത്ത് വരില്ല. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ് ഒക്കെ അനോറക്ടൽ മാനോമെട്രി കുട്ടികൾക്ക് ഈ ട്രെയിനിങ് പ്രോപ്പർ ബോഡി ട്രെയിനിങ് വന്നില്ലെങ്കിൽ, മോഷൻ ട്രെയിനിങ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മസിൽസ് പ്രോപ്പറായിട്ട് സീക്വൻഷ്യലായിട്ട് വർക്ക് ആവില്ല. അങ്ങനത്തെ പെൽവിക് ഫ്ലോർ ഡിസിനേജിയ എന്ന് പറയാം. അത് നമ്മൾ ഈ ടെസ്റ്റ് മുഖാന്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കൊളനോസ്കോപ്പി പിന്നെ ഈ ബേരിയം എനിമയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ബേരിയം എനിമ ചെയ്യാറുണ്ട്. എന്തെങ്കിലും റിട്ടൻഷൻ, അതായത് ബേരിയം എനിമ കൊടുത്തിട്ട് ഇത്ര നേരത്തിൽ അത് പുറത്ത് വരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബേരിയം എനിമ കൊടുത്തിട്ട് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് ഹിർഷ്പ്രങ്സ് ഡിസീസിൽ റിട്ടൻഷൻ ഓഫ് എനിമ, അതായത് അവിടെ മലദ്വാരത്തിൻ്റെ അവിടെ മസിൽസ് ടൈറ്റ് ആയിരിക്കും, ജനറ്റിക് ഡിഫക്റ്റ് കൊണ്ട്. അപ്പോൾ അത് റിലാക്സ് ആവാത്തതുകൊണ്ട് മോഷൻ പുറത്തോട്ട് വരില്ല. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ബയോപ്സി ആണ് പ്രൂവിങ്.
ഓക്കെ, ഈ നമുക്കിപ്പോൾ എൻഡോസ്കോപ്പി പറഞ്ഞു, കൊളോണോസ്കോപ്പി പറഞ്ഞു, നടുക്കൊരു ചെറുകുടൽ എന്ന് പറഞ്ഞ വലിയൊരു സെഗ്മെൻറ്റ് ഇങ്ങനെ ബാക്കിയെടുക്കുന്നുണ്ട്. പണ്ട് ഇവിടേക്ക് അസസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ലാസ്റ്റ് 15 years ആയിട്ട് അതിൽ കടത്തിവിടാവുന്ന പല ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെ വെച്ച് നമുക്ക് ചെറുകുടൽ അസസ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ചെറുകുടൽ അസസ് ചെയ്യാൻ നമുക്ക് മെയിൻലി 2 ടെക്നിക്ക് ഉണ്ട്. ഒന്ന് നമ്മൾ ഡയറക്റ്റ് എൻഡോസ്കോപ്പിയാണ്, ദാറ്റ് ഇസ് എൻട്രോസ്കോപ്പി എന്ന് പറയും. എൻട്രോസ്കോപ്പി ദാറ്റ് ഇസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ എൻഡോസ്കോപ്പി. അതിൽ നമുക്ക് സിംഗിൾ ബലോ എൻട്രോസ്കോപ്പി ഉണ്ട്, ഡബിൾ ബലോ എൻട്രോസ്കോപ്പി ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് നോൺ ഇൻവേസീവ് കമ്പാറ്റബിൾ ആയിട്ടൊരു മെത്തേഡാണ് ക്യാപ്സൂൾ എൻഡോസ്കോപ്പി. ദാറ്റ് ഈസ് ആ ക്യാപ്സൂളിൽ തന്നെ ക്യാമറയാണ്. ക്യാപ്സൂൾ നമ്മൾ വിഴുങ്ങുമ്പോൾ അത് നമ്മുടെ അന്നനാളും ആമാശയം വഴി ചെറുകുടലിലേക്ക് പോകും. പിന്നെ ഒരു 8 മണിക്കൂർ അതിൻ്റെ ക്യാമറ ലൈഫ് ഉണ്ട്. 8 മണിക്കൂർ അതിൻ്റെ ഇമേജ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു റെക്കോർഡറിൽ നമുക്കത് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫുൾ നമുക്കൊരു എൻഡോസ്കോപ്പിക് ഇമേജ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എന്തൊരു ട്യൂമർ ഉണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് സ്പോട്ട് ഉണ്ട്, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതെ, അപ്പോൾ നോർമൽ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ഡയഗ്നോസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ക്യാപ്സൂൾ എൻഡോസ്കോപ്പി ചെയ്യുക. അതിൽ നമുക്ക് എന്തെങ്കിലും ബ്ലീഷൻ അസുഖം കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് എൻഡോസ്കോപ്പി വഴി പോയിട്ട് ആ ബ്ലീഡിങ് വെസലൊക്കെ ആണെങ്കിൽ അതിലൊരു ക്ലിപ്പ് ഇടുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുക. ഇങ്ങനെ നമുക്ക് തെറപ്പറ്റിക് എൻഡോസ്കോപ്പി മെത്തേഡ്സ് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള വേറെ 2 മേജർ ഓർഗൻസ് ആണ് ഈ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് പാങ്ക്രിയാസ്, രണ്ടാമത്തെ ലിവർ. ഇപ്പോൾ ഈ പാങ്ക്രിയറ്റൈറ്റിസ് അല്ലെങ്കിൽ പാങ്ക്രിയാസിന് വരുന്ന അസുഖങ്ങൾ, അത് എന്തൊക്കെയാണ് പാങ്ക്രിയാസിന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്? പാങ്ക്രിയാസിൽ അക്യൂട്ട് പാങ്ക്രിയറ്റൈറ്റിസ്, ക്രോണിക് പാങ്ക്രിയറ്റൈറ്റിസ് എന്നുണ്ട്. അക്യൂട്ട് പാങ്ക്രിയറ്റൈറ്റിസ് പാങ്ക്രിയാസ് എന്ന് വെച്ചാൽ പാങ്ക്രിയാസ് പെർ സെ നോർമൽ ആയിരിക്കും. അതിൽ എന്തെങ്കിലും ബ്ലോക്ക് കൊണ്ട് ഒന്ന് ഏറ്റവും കോമൺ റീസൺ ആൽക്കഹോളാണ്. അതുകൊണ്ട് ഈ പാങ്ക്രിയാസിൽ വരുന്ന നീർക്കെട്ട്, എഡീമ, നീരുണ്ടാവും. അപ്പോൾ പാങ്ക്രിയാസിന് ചുറ്റുമുള്ള സ്വെല്ലിംഗ് ഉണ്ടാവും. മോസ്റ്റ് കോമൺ പ്രസൻറ്റേഷൻ പേഷ്യൻറ്റ് സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കുമ്പോൾ പാങ്ക്രിയാസിൻ്റെ ടെസ്റ്റുകൾ അമലേസ്, ലൈപ്പേസ് ഇതൊക്കെ കൂടുതലായിരിക്കും. ആ പാങ്ക്രിയാസിന് ചുറ്റുള്ള നീർക്കെട്ട് കൊണ്ട് അത് പ്രസ് ചെയ്യുന്നതുകൊണ്ട് വയറ് വേദന ഉണ്ടാവാം. ഇത് ക്രോണിക് ആയിട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഡയബറ്റിസ് ആവും. അത് അല്ലേ അക്യൂട്ട് പാങ്ക്രിയറ്റിസ് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് പാങ്ക്രിയറ്റിസ്, ക്രോണിക് പാങ്ക്രിയറ്റിസ്. രാജേഷ് ഇത്തിരി കാര്യമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ക്രോണിക് പാങ്ക്രിയറ്റിസ്. അപ്പോൾ എന്താണ് ഈ ക്രോണിക് പാങ്ക്രിയറ്റിസ്? എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും? എന്തൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്? കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പാങ്ക്രിയാസിൽ ഒരു പെർമനൻ്റ് ഒരു ഡാമേജ് വന്ന ഒരു സിറ്റുവേഷനാണ്. അക്യൂട്ട് പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ സെറ്റിലായി കഴിഞ്ഞാൽ പാങ്ക്രിയാസ് ഓൾമോസ്റ്റ് നോർമൽ സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ ക്രോണിക് പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസിലെ കാര്യം ഡാമേജ് വന്നിട്ടുണ്ട്, പാങ്ക്രിയാസ് ചുരുങ്ങി പോയിട്ടുണ്ട്, അതിൽ കല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം തന്നെ കുറഞ്ഞിട്ടുണ്ട്. പാങ്ക്രിയാസിൻ്റെ മെയിൻ പ്രവർത്തനം നമ്മൾ ഈ ഭക്ഷണം ദഹിക്കാനുള്ള എൻസൈംസ് പ്രൊഡക്ഷനാണ്. അപ്പോൾ പാങ്ക്രിയാസ് ചുരുങ്ങി പോകുമ്പോൾ എൻസൈം പ്രൊഡക്ഷൻ കുറയും, എൻസൈം ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പോൾ നമുക്ക് ശരിക്കും ഭക്ഷണം ദഹിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ശരീരം ക്ഷീണിച്ചു, ഭക്ഷണം ദഹിക്കാതെ പോകും, വെയിറ്റ് കുറയുക, അങ്ങനെ സിംറ്റംസ് ആയിരിക്കും. അതുകൂടാതെ വേറെ പാങ്ക്രിയാസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഇൻസുലിനും നമ്മൾ ഷുഗർ കൺട്രോളിന് വേണ്ടിയുള്ള ഹോർമോൺ സിക്രീഷൻ. അപ്പോൾ അത് കുറയുമ്പോൾ നമുക്ക് ഡയബറ്റീസ്, അത് പാങ്ക്രിയാറ്റിക് ഡയബറ്റീസ് എന്ന് പറയും. അത് ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസാണ്. അപ്പോൾ അതും ഒരു മെയിൻ അസുഖമാണ്. ദാറ്റ് ഇസ് പാങ്ക്രിയാറ്റിക് എൻസൈം ഇൻസഫിഷ്യൻസി, പിന്നെ എൻഡോക്രൈൻ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ഡയബറ്റീസ്. ഇതാണ് മെയിൻ 2 കോംപ്ലിക്കേഷൻസ്.